ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വിച്ചസ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായാലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു ഡെയിലി വ്ളോഗ് ആയാലോ. അപ്പോൾ ഗൈസ് എൻ്റെ വീട്ടിലൊരു പിങ്ക് ചെമ്പരത്തി ഇല്ലായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ആ ചെമ്പരത്തി. ഇത് കണ്ടോ, ഈ ഒരു ചെമ്പരത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് രണ്ട് ടൈപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് നടുക്ക് ഡാർക്ക് പിങ്കും പുറത്തേക്ക് വരുമ്പോൾ ലൈറ്റ് പിങ്കും ആയിട്ടും, ചിലതിൽ അതിൻ്റെ നടുക്ക് കൂടെ വൈറ്റ് കളറും വരുന്ന രീതിയിൽ വലിയ മരത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഗൈസ് ഇതിൻ്റെ പേരറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, എന്താണ് ഈ ചെടി. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാനുണ്ടാവും, ഇത് കാട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ വേറെ മോഡലും ഉണ്ട്. എന്താണ് കയ്യിൽ? ആയി താങ്ക് യു ഗൈസ്. അങ്ങനെ അച്ഛൻ പടകം കൊണ്ടുവന്നുണ്ട്. അപ്പം അച്ഛൻ കൊണ്ടുവന്ന പടകത്തിൽ എന്തൊക്കെ വെറൈറ്റി പടകം ഉണ്ടെന്ന് നോക്കിയാലോ, കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് പടകം. ഇത്രയും വെറൈറ്റി പടകങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് പടകമൊക്കെ? അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് പുഴുക്കും ചോറും നല്ല അടിപൊളി ഞെണ്ടി കറിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്തായിരുന്നു എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ ക്യാമറമാൻ വന്നിട്ട് ഇത് അടിച്ചു വരുന്നു. പിന്നെ ഗേസ് ഞാൻ വിളക്കത്തിക്കാനായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഗേസ് ഇവിടെ വിളക്കത്തിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് അറിയില്ല, ഭയങ്കര കാറ്റാണ്. കണ്ടോ വിളക്കൊക്കെ ഭയങ്കര കാറ്റടിക്കുന്നത്. നിങ്ങളവിടെ എങ്ങനെ ഉണ്ടോ? നമ്മൾ പുറംകണി എടുക്കാൻ പോവുകയാണ്. തീ കൊടുത്തു. പോക ആടെയുണ്ടോ? ഞാൻ കത്തിച്ച വിളക്ക എങ്ങനെയുണ്ട്? പടകം പൊട്ടിക്കുമ്പോ സച്ചിൻ തീ കൊടുത്തു. ഒരു ലോഡ് മടക്കൊക്കെ ഉണ്ട്. ഈ മടക്കിക്കാളെ ഡ്യൂട്ടിക്ക് എന്നൊക്കെ അപ്പം നമുക്ക് മടക്കിക്കാം. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ വരണം. എന്ത് ചെയ്യാനാ, എല്ലാവരും എൻ്റെ കയ്യിൽ തന്നെ ആവശ്യമായിപ്പോയി. കളത്തിന് വന്നല്ല കേട്ടോ. എന്താ നല്ലൊരു മണം. അച്ഛൻ ഉണ്ണിയപ്പം ചൂടാൻ തോന്നുന്നു. പോയോക്കില്ല. അപ്പോൾ ഗൈസ് നല്ല മണമണക്കുന്നുണ്ട്. അച്ഛൻ ഉണ്ണിയപ്പം ചൂടാൻ തോന്നുന്നു. നമുക്ക് ഉണ്ണിയപ്പം പോയി ഉണ്ടാക്കുന്ന പോയി വെക്കാം. എന്താ ഇവിടെ പരിപാടി? ശരി ഗൈസ്, ഇവിടെ ഉണ്ണിയപ്പം ചൂടാണ് എനിക്ക്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എൻ്റെ ഡാഡിയാണ്. എടുക്കൂ. നമ്മളെ വീട്ടില് എല്ലാ വിഷുവിനും ഉണ്ണിയപ്പാണ് ചൂടാ. സാധാരണ അപ്പാണ് വെക്കുക. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ അപ്പം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉണ്ണിയപ്പാണ് ഗൈസ് ഇവിടെ. അപ്പം ഗൈസ് നമ്മൾ അടുത്ത സെറ്റ് പാരാൻ പോവാണ്. പറഞ്ഞോളൂ. ഈ സൗണ്ട് കേട്ടോ നിങ്ങൾ? ഞാനത് പറഞ്ഞില്ലേ. അപ്പം ഗൈസ് ഇവിടെ കുറേ ചുട്ടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ ഞാൻ. അപ്പം ഗൈസ് നമുക്ക് ടേസ്റ്റ് നോക്കാം. ചൂടുണ്ട്. ക്രിസ്പി ക്രിസ്പി. അങ്ങനെ ഗൈസ് ഫൈനലി ഞാൻ മടക്കിക്കാനിരിക്കുന്നു. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ പടകം പൊട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പടകം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോയി. വിശന്ന് പണ്ടാരടങ്ങി കഴിക്കാൻ പോയതുകൊണ്ട് തന്നെ എടുക്കാൻ എന്നോട് വിട്ടുപോയി. പിന്നെ ഗൈസ് നമുക്ക് ഇനി നാളെ കണി കാണാനുള്ള കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. എൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി അത് കണ്ടിട്ട് വരാം. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ ഉരുളിയിലാണ്, ഞങ്ങളെ വീട്ടിൽ സാധാരണ ഉരുളിയിലാണ് വെക്കുക. അപ്പോൾ ഉരുളിയിൽ അരി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വെള്ളരിയും ചക്കയും പൈനാപ്പിളും തേങ്ങയും മാങ്ങയും ആപ്പിളും തുടങ്ങിയിട്ട് മുന്തിരിയും പഴവും ഒക്കെ ഇതിലാണ് വെക്കുക. പിന്നെ നമ്മൾ മുണ്ടും ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഗൈസ് നമ്മൾ ഇത് ഉരുളീൻ്റെ അകത്താണ് ഇതൊക്കെ വെക്കുക. പിന്നെ ഈ കുങ്കുമം ചെപ്പും കൺമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വേറെ
പ്ലേറ്റിലാണ് വെക്കുക. പ്ലേറ്റ് മീൻസ് പാത്രത്തിലാണ് വെക്കുക. അപ്പോൾ ഞാൻ പടകത്തിൻ്റെ മൊത്തം വീഡിയോ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ബാക്കി ഇവിടെ വെക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഇതാ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം, അപ്പുറത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ വിഷുവിൻ്റെ തലേന്നത്തെ വ്ളോഗ്. അപ്പോൾ വിഷുവിൻ്റെ വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.